ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബാക്ക് പിന്നാണ് കേട്ടോ. അതിനിടെ ഞാൻ 2 പിൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്ര അനുസരിച്ച് പിൻ എടുക്കുക. ഞാൻ ഇപ്പോൾ 2 ഉണ്ടാക്കുന്നത്. ഇവിടെ എറണാകുളത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? നല്ല മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ ഭയങ്കര മഴയാണ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യണേ. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കവായി സ്റ്റിക്കേഴ്സ്, ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ വാങ്ങിച്ചിട്ട് ഏകദേശം 1 വർഷം ആയതുകൊണ്ട് എല്ലാം ഏകദേശമൊക്കെ തീർന്നിട്ടിരിക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു 2 ഷീറ്റിൽ നിന്ന് ഒരു പിക്ചർ വെച്ചാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ 2 സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗേളിൻ്റെ സെയിം പിക്ചറാണ്. എല്ലാം സെയിം ഗേളാണ്. പൊസിഷൻ ചേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ ഒരെണ്ണം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതെടുക്കാം കേട്ടോ നമുക്ക്. ഇതല്ലെങ്കിൽ വേറെ ഉള്ളത് ഇതാണ്. ഇതല്ലെങ്കിൽ ഈ ഏറ്റവും പൊക്കത്ത് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇതിലേതെങ്കിലും എടുക്കാം. പിന്നെ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ള ഇതാണ്. എന്നിട്ട് നമുക്ക് ഇത് 2 പീൽ ചെയ്തിട്ട് ഒരു A4 ഷീറ്റിൽ ഒട്ടിച്ചെടുക്കാം. ഞാൻ അവസാനം ഇത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് 2 താഴെ A4 ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നല്ല ഭംഗിയിലിരിക്കും കേട്ടോ. ഇതും ഈ മേളിൽ ഈ കുട പിടിച്ചിരിക്കുന്ന ഗേളിൻ്റെ പിക്ചറും കൂടെ ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ സ്കൂൾ ടൈമിൽ ക്രിസ്മസ് വെക്കേഷനാണോ ഓണം വെക്കേഷനാണോ വാങ്ങിച്ചതെന്ന് ഓർമ്മയില്ല. എപ്പോഴോ ഞാൻ ഏതൊരു കുഞ്ഞു വെക്കേഷനാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെന്നാലും എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ ഒരു സമയത്ത്. ഇപ്പോഴും ട്രെൻഡിങ് ഒക്കെ തന്നെയാണ്. ബബിൾസ് ഒന്നും വരാണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടാവുമല്ലോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രം വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രസമുണ്ട് കേട്ടോ. വൈറ്റ് പേപ്പറിലേക്ക് ഈ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് വന്നപ്പം നല്ല രസമുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ബാക്ക് പിൻ ആക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യമുള്ളൂ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഈ പിന്നൊന്ന് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റിക്കേഴ്സിന് പകരം വരച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെട്ടിയെടുത്ത് യൂസ് ചെയ്യാം. വൈറ്റ് പോർഷൻ വിടുന്നത് എപ്പോഴും രസം ഉണ്ടാവാനാണ്. അപ്പം ഞാൻ എല്ലാ സ്റ്റിക്കേഴ്സ് വെട്ടുമ്പോഴും ഇത്തിരി വൈറ്റ് പോർഷൻ വിട്ടിട്ടാണ് വെട്ടിയെടുക്കാറ് കേട്ടോ. എനിക്കതാണ് ഇഷ്ടം കൂടുതലും. കറക്റ്റായിട്ട് വെട്ടിയെടുക്കാണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് 2 തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ബാക്കിലേക്ക് പിന്നൊട്ടിച്ചെടുക്കാം. അതിന് വേണ്ടി സെല്ലോ ടേപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനകത്തുനിന്നൊരു കുഞ്ഞു പീസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ആദ്യം പിന്നെ ജസ്റ്റ് ബേസ് ഉറപ്പിക്കുക. അതിനുശേഷം കുറേ ലെയേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. കുഞ്ഞു പീസ് എടുത്തിട്ട് ഒരു പിക്ചറിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒട്ടിക്കാനായിക്കോട്ടെ എളുപ്പം. ഓക്കെ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ തല തിരിച്ചു വെച്ചിട്ട് അതുപോലെ കറക്റ്റ് സെക്യൂർ ചെയ്ത് ഒട്ടിക്കുക. കണ്ടോ, ചെരിഞ്ഞു പോയി തോന്നുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് കറക്റ്റാക്കി വെക്കുക. നമുക്കിത് ഇതിൻ്റെ പൊക്കത്തേക്ക് വേണമെങ്കിൽ ലെയേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഇനിയും ഇത്രയാണ് ഒട്ടിച്ചിട്ട് ഒരു ലെയർ. അത് കഴിഞ്ഞിട്ട് ഒരു 3 ലെയറൊക്കെ ഒട്ടിക്കുന്നത് ഇത് ഊരിപ്പോണ്ടിരിക്കാനുള്ളൊരു സെക്യൂരിറ്റിന് വേണ്ടിയാണ്. നമുക്ക് ഇതും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ 2-3 ലെയറൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ തുറന്ന് തന്നെ വെച്ചേക്കുവാണ്. സിമ്പിളാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു പിന്നൊട്ടിച്ച് ഏത് പിക്ചറാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിനാണ് ഞാൻ 4 മിനിറ്റുള്ള ലോങ് വീഡിയോ ഒക്കെ ആയി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ഷോർട്സ് ആക്കി ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒന്ന് ബാഗിൽ കുത്തി കാണിച്ചു തരാം കേട്ടോ. ഒരു സ്കൈ ബാഗിൻ്റെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ കുത്തി കാണിച്ചു തരാവേ. ഇവിടെ നല്ല ഇടിമിന്നലൊക്കെ ഉണ്ടാവുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് കഴിയാനാണ് നോക്കുന്നത്. തീർക്കണം കേട്ടോ പെട്ടെന്ന്. ഇതുപോലെ
നമ്മുടെ പ്ലെയിൻ ബാഗൊക്കെ ആണെങ്കിൽ കോർത്തിടുക. ഇത് നിങ്ങൾക്ക് ഇത്തിരി കട്ടി കൂട്ടി ഒട്ടിക്കാമെന്ന് ഞാൻ ഇന്ന് പറയുന്നു. ഞാൻ അതങ്ങനെ കട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് A4ൻ്റെ ഒരു ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെക്കൻഡ് പിക്ചർ റെഡ് തന്നെയാണ്. അതുകൊണ്ട് ഇതിനകത്തേക്ക് എത്രത്തോളം കാണുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു നമ്മുടെ ബാഗിൻ്റെ ഈ ഒരു പിടിക്കുന്ന സംഭവമില്ലേ, അവിടെ ഒന്ന് കുത്തി കാണിച്ചു തരാം. അവിടെ അല്ല ശരിക്കും ഇത് കുത്തേണ്ടത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ അവിടെ ഒന്ന് കുത്തി കാണിച്ചു തരാവേ. ഇപ്പോൾ ലൈറ്റ് വന്നില്ലേ, ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാണ്ടായിരുന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുത്തിയുണ്ട്. നമുക്ക് ഊരിയിട്ട് വേണമെങ്കിൽ താഴത്തിനെ കുത്തി കാണിച്ചാൽ. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ, ആ ബ്ലൂവിൽ കുത്തിയിട്ട് ഇതിൻ്റെ ഭംഗി ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ നമുക്ക് താഴെ കുത്തി കാണിച്ചു തരാവേ. ഇവിടെ ഇട്ട് ഒന്ന് കുത്തി കാണിച്ചു തരാം. ഇതിനകത്ത് ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഇതുവരെ ഒന്ന് റീപാക്ക് ചെയ്തിട്ടില്ല. കാണുന്നുണ്ട് കുത്താനായിട്ട്. ഓക്കെ, ഓക്കെ, പെർഫെക്റ്റ്. ഇട്ടിട്ടുണ്ട്. അതുപോലെയാണ് നമ്മുടെ 2 പിക്ചറുള്ളത് കേട്ടോ. നല്ല എലഗൻ ലുക്കൊക്കെ തരും. നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ വരച്ചോ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സിമ്പിളാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യാത്തത്. നിങ്ങൾ വരച്ച പിക്ചർ ആണെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്തേക്കുക. ഇത് പ്ലാസ്റ്റിക് കോട്ടിങ്ങിൻ്റെ ആണ് ഈ കവർ സ്റ്റിക്കേഴ്സ് ഉള്ളത് ഓൾറെഡി. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാതെ വെച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.